സഹാബി വലിച്ചു പൊട്ടിച്ചു എന്നാണ്. നമുക്ക് ചില ആളുകൾക്ക് അങ്ങനെ സ്വാധീനം ഉണ്ടാവും. പൊട്ടിക്കണം, പൊട്ടിച്ചിട്ട് ആയത്തോതി കൊടുത്തു. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ശിർക്ക് ചെയ്യുന്നവനായിക്കൊണ്ടാണ്. ഇതുകൊണ്ടാ ജീവിക്കണമെന്നാണ് ഈ കൗം വിചാരിക്കുന്നത്. ഇതിനെയാണ് ഇവർ ഏൽപ്പിക്കുന്നത്. ഇത് തവക്കുലിനെതിരല്ലേ? അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ കടപ്പെട്ട മുസ്ലിമിന്റെ പ്രവർത്തനങ്ങൾക്കെതിരല്ലേ ഇത്? വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുവീൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. തവക്കൽതു അലല്ലാഹ് എന്ന് വീട്ടിൽ ബോർഡ് വെച്ചോണ്ട് കാര്യമല്ല. അത് മനസ്സിൽ വേണം തവക്കുല്, മനസ്സിൽ വേണം തവക്കുല്. ഞാനെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ബാക്കി അള്ളാഹിനെ ഏൽപ്പിക്കുക. ചില പഹയന്മാരെ കാറിനുള്ളിൽ കാണാം ഒരു തസ്ബിമാല. ഇതെന്തിനാണ്? ഒന്നുമില്ല, അതിങ്ങനെ കൗതുകത്തിന് ആരോ തസ്ബിമാല ഉണ്ടോ? തസ്ബിമാല നമുക്ക് പറ്റിയതാ കൂട്ടരെ? ആരുണ്ടാക്കിയതാ തസ്ബിമാല? അള്ളാഹിന്റെ റസൂൽ മാലേറ്റ ഇതിനെണ്ണം പിടിച്ചത്. എനിക്കറിയാം, എന്റെ കൂടെ ഹജ്ജിന് വന്ന ഒരു എടത്തനാട്ടുകരക്കാരത്തി പമ്പറന്നോള് തസ്ബിമാല വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്നോട് പണങ്ങി. ഒരു തവണ ഞാൻ വലിച്ചെറിഞ്ഞു, എന്നിട്ട് പിന്നെ അതൊരു പൊറുക്കി കുട്ടിയിലിട്ടു. ആളെ ഞാൻ പറയണില്ല. ആരുണ്ടാക്കിയത് തസ്ബിമാല? ഇസ്ലാമിൽ ജപമാലയുണ്ടോ? ഞാൻ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ റസൂൽ വലത് കൈ കൊണ്ടാണ് ദിക്റിന് എണ്ണം പിടിക്കാൻ പഠിപ്പിച്ചത്. ഈ കൈകളെ അള്ളാഹു സംസാരിപ്പിക്കും. ഈ കൈകൾ നാളെ പടച്ചവന്റെ അടുക്കൽ സാക്ഷി പറയും. അള്ളാഹിന്റെ റസൂൽ മാലയെ പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ ഹദീസും പറഞ്ഞിട്ടില്ല. നിഅമൽ മുദക്കിറു സുബ്ഹ, ജപമാല ഓർമ്മിപ്പിക്കാൻ എത്ര ഉത്തമം എന്ന പേരിൽ കള്ള ഹദീസ് ഇസ്ലാമിൽ സന്യാസം കടത്തിക്കൂട്ടിയ സൂഫികൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കൈകൊണ്ട് എണ്ണം പിടിച്ചാൽ മതി, മാല കൊണ്ട് എണ്ണം പിടിക്കണ്ട. അപ്പൊ കൈകൊണ്ട് ദിക്റിന് എണ്ണം പിടിക്കുന്ന ഒരാൾക്ക് മാല കൊണ്ടേ കൊടുത്ത എന്താ ഉണ്ടാകുക? അയാൾ അത് നിർത്തിയിട്ട് ഈ മാല വലിക്കും. പെണ്ണുങ്ങളൊക്കെ നിക്കാരം പൈലുണ്ടാവും. 33 എണ്ണത്തിന്റെ ഒരു മാല നിക്കാരം കഴിഞ്ഞ് അപ്പുറത്ത് എന്നിട്ട് ഇങ്ങനെ എവിടുന്ന് കിട്ടിയതത്? പിന്നെ ചില തെരീക്കത്തിയുടെ കയ്യിലുണ്ടാവും ഒരു ഡിജിറ്റൽ ദിക്റിന്റെ സാധനം. എത്ര പോകുന്നൊരു സാധനം മോതിരത്തും അങ്ങനെ ഇട്ടുണ്ടാവും. ഇങ്ങനെ നോക്കും, 12,500. ഈ ജപ്പാൻകാരൻ കപ്പലിൽ നിന്ന് ചാക്കിറക്കാൻ ഉണ്ടാക്കിയ സാധനമാണ്. ഒരു കപ്പൽ വന്നുന്ന 10,000 കണക്കിന് ചാക്കുണ്ടാവും. മനസ്സിലായില്ലേ? ഇന്നത്തെ മാതിരി കണ്ടെയ്നർ ആയിട്ടൊന്നല്ല ഉണ്ടാകുക. അപ്പൊ ഓരോ തൊഴിലാളി അദ്ദേഹത്തിന് മക്കളും അടുത്തുണ്ടാകും മക്കളും ഉച്ച വരെ എത്ര ചാക്കിറക്കി അതിനുണ്ടാക്കിയ സാധനമാണ്. അതിപ്പോ ഉപയോഗിക്കണം എന്തിനാ? ദിക്റിന് എണ്ണം പിടിക്കാൻ. എന്നിട്ട് പറയാ, അല്ലാതെ മൗലവി 70,000 ദിക്റൊക്കെ എങ്ങനെയാ വരലുമോ കൂട്ടാൽ? ആര് പഠിപ്പിച്ചടോ 70,000 ദിക്റ്? അള്ളാന്റെ റസൂല് എണ്ണം പറയാതെ പഠിപ്പിച്ച ദിക്റാ മിക്കവാറും ഉള്ളത്. എണ്ണം പറഞ്ഞ ദിക്റുകളിൽ സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത് കൂടിയാൽ 200. അതന്നെ രാവിലെ 100ഉം വൈകുന്നേരം 100. സുബൈ നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കണീന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അസർ നിസ്കരിച്ചിട്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇത് തന്നെ. അതിന് 5 വിരല് മാത്രം മതി. ഇടത്തെ കൈ വേണ്ടട്ടോ, വലത്തെ കൈ മാത്രം. വലത്തെ കൈ അല്ല 5, 10, 15 ഇങ്ങനെ ചൊല്ലിയാൽ മതി. നിത്യാഭ്യാസം ആനയെടുക്കുന്ന നിത്യം ശീലിച്ചൊൽക്കുന്നതൊന്നും പ്രയാസമല്ല. എപ്പോഴെങ്കിലും ഒന്ന് റമദാൻ മാസം മാത്രം തിരിപ്പിടിച്ചു നോക്കിയാൽ ചിലപ്പോൾ ശരിയായിക്കൊണ്ടെന്നില്ല. 2 ദിവസം കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പൊ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ നിത്യേന ചൊല്ലുന്നവർക്ക് വലത് കൈ മതി. അള്ളാന്റെ റസൂൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആളുകൾക്ക് എവിടുന്ന് കിട്ടിയ ജപമാല? അത് കാറിൽ ഇങ്ങനെ തൂക്കിട്ട് അത് എടുത്തു കളയാൻ പറഞ്ഞാൽ എടുത്തു കളയില്ല. അതെന്തോ അതിനൊരു ബർക്കത്തുള്ളത് പോലെ. ഈ തരത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. എന്റെ കാറിന്റെ മുഴുവൻ ബർക്കത്തും അല്ലെ എന്റെ കാർ ആപത്തിന് രക്ഷപ്പെടുന്നത് ഈ തസ്ബീമാലുള്ളതുകൊണ്ടാണെന്ന് ഏറ്റവും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ തവക്കൽതു അലല്ലാഹ് എന്ന് ബോർഡ് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ്, ആചാരങ്ങൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ പൊതുവെ വ്യാപിച്ചു വരുന്ന ഒരു കാര്യം. മറഞ്ഞ കാര്യം അല്ലാഹു അല്ലാത്തവർക്കും അറിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. ലക്ഷണം നോക്കുന്ന ആളാണ്, പ്രശ്നം വെക്കുന്ന ആളാണ്, ഗണിതക്കാരനാണ്, ജ്യോത്സ്യനാണ്, അങ്ങനെയൊക്കെയാണ് ഹിന്ദുക്കൾ പറയാം. നമ്മളതൊന്നും പറയില്ല. തങ്ങളാണ്, മൂല്യരാണ്, ഔലിയാണ് എന്നൊക്കെ പറയാം. സാധനമൊക്കെ ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ലക്ഷണം നോക്കുന്നവൻ, മുഖലക്ഷണം പറയുന്നവൻ, കൈനോക്കി ലക്ഷണം പറയുന്നവൻ, ഇവരടുത്തൊക്കെ പോയിട്ട് മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് വിചാരിക്കുന്നവരുണ്ട്.
പറയൂ പ്രവാചകരെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഒരാളും തന്നെ ഗൈബ് അറിയുകയില്ല. ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കൊരു കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, 5 അറിവുണ്ടല്ലോ. ആ 5 അറിവ് കൊണ്ടോ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ളത്, അതാണ് ഗൈബ്. ഒരു യന്ത്രം കൊണ്ട് നമുക്ക് തിരിയാത്തത്. അങ്ങനെയുള്ള ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പൊ നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും, ആർക്കും പറയാൻ കഴിയില്ല. വമാ യശ്ഉറൂന അന്നാൻ യുബ്അസൂൻ, അവർ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടും മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണെന്ന് ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പലരെയും സമീപിക്കുന്നു. മാല കളഞ്ഞുപോയി, അത് കിട്ടാൻ വേണ്ടിയിട്ട് ആരടുത്ത് പോകുന്നു? വലിയന്റെ അടുത്ത് പോകുന്നു, ജാറത്തിൽ പോകുന്നു. അതുപോലെ തന്നെ ഭർത്താവിനെ കുറിച്ച് 5 കൊല്ലമായി വിവരമില്ല, അറിയാൻ വേണ്ടി ആരടുത്ത് പോകുന്നു? ബീവിയെ സമീപിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ആളുകളും ചെയ്യും. എങ്ങനെ? തലയണ മന്ത്രത്തിൽ പെട്ടിട്ട്. മനുഷ്യ അങ്ങളെ വഹാബി മുജാഹിദ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിന്റെ മാല കിട്ടൂല കേട്ടോ. നിങ്ങൾ കുറച്ചൊന്നാണ് മുണ്ടിയാന്ന് നീക്കി. അതിനിപ്പോ എന്താ ചെയ്യാ? നിങ്ങളൊന്നും അറിയണ്ട, ഞാൻ കുടിയിൽ പോയിട്ട് ആങ്ങളിനെ കൂട്ടി പോയിക്കോളാം, നിങ്ങൾ മുണ്ടണ്ട, ഞാൻ വെറുതെ കുടിക്കുകാരനാണ് പോയിക്കോളാം. അങ്ങനെ പോയിട്ട് മെല്ലെ പോയിട്ട് അറിഞ്ഞിട്ട് വരിക. തങ്ങന്മാര്, സിദ്ധന്മാര്, മാന്ത്രിക ചികിത്സക്കാര്, ജ്യോത്സ്യന്മാര്, പ്രശ്നം വെക്കുന്നവര്, ഇവരൊക്കെ ചെയ്യുന്നത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, ചിലപ്പോ തങ്ങളാവും, ചിലപ്പോ പണിക്കരാവും, ചിലപ്പോ നമ്പൂരിയാവും, ചിലപ്പോ മുസ്ലിം. സാധനമൊക്കെ ഒന്നെ, പണിയൊക്കെ ഒന്നെ. പ്രശ്നം വെച്ച് കവടി നിരത്തി നോക്കാണ്, എന്നിട്ട് പറഞ്ഞു തരാം, മഷിയിട്ട് പറഞ്ഞു തരാണ്. നമ്മളെ പെണ്ണുങ്ങൾ ഇപ്പോഴും കൈ നോക്കിക്കോലോ അല്ലേ? വിശ്വാസമൊന്നുമില്ല, എന്നാലും ഒന്ന് നോക്കുക. നമ്മളെ ചില ആളുകളും കാണാൻ. എന്നിട്ടോ അങ്ങനെ പറയും, അന്നരേഖയും ആയുസ്രേഖയൊക്കെ തെളിഞ്ഞാ കിടക്കണത്, പല ആപത്തുകളും ഒന്നും പോയി നിൽക്കുന്നുണ്ട്, ഒന്നും തട്ടുന്നില്ല. 5 or 10 കൊടുക്കണ്ടോടത്ത്, അല്ല 10 or 10,000 കൊടുക്കണ്ടോടത്ത് ഒരു വാക്കുകൊണ്ട് വിലമതിക്കുന്ന രേഖ പറയണേ. ഓണ് പൊന്തിയില്ലേ, എടുത്താ 2 ചായാറില്ല, ഒന്ന് ഓനും ഒന്ന് ബനും. ഇതൊക്കെ എല്ലാവരും പറയണതാ. അന്നരേഖയും ആയുസ്രേഖയും തെളിഞ്ഞാ കിടക്കണേ, ഒരു വിദേശ യാത്രയെ കുറിച്ചുള്ള ചിന്ത ഒന്നും പോയി നിൽക്കുന്നുണ്ട്. ചെറുപ്പക്കാരനാണെങ്കിൽ ഗൾഫിൽ പോകാൻ പൂതി ഉണ്ടാവും, പ്രായം ചെന്നാണെങ്കിൽ അജ്ജിന് പോകാനും പൂതി ഉണ്ടാവും. അതെല്ലാവർക്കും ഉള്ളതാ. അപ്പൊ വിദേശ യാത്രയെ കുറിച്ചുള്ള ചിന്ത, പല ജാതി ശത്രുക്കളുണ്ട്, പലതും ശ്രമിച്ചു നോക്കുന്ന, ഒന്നും നടക്കുന്നില്ല, അതെല്ലാവർക്കും ഉണ്ടാവും. എന്തെങ്കിലും ശത്രു ഇല്ലാത്ത ആളുണ്ടാവില്ല. ആയുസ്രേഖ അന്നരേഖയും തെളിഞ്ഞാ കിടക്കണേ, അതൊക്കെ അങ്ങനത്തെ കുറേ പഠിച്ചു വെച്ചിട്ട് അത് ഇങ്ങനെ പറയും. 100 എണ്ണം പറയുമ്പോൾ ഏതെങ്കിലും ഒന്നും ശരിയാകാതെക്കുമല്ലോ. ആ ശരിയായത് മാത്രം അന്നാ കുറേ പറഞ്ഞത് ശരിയായിട്ടപ്പോ എന്ന് പറയും. സുഹൃത്തെ, എവിടെ പോയി നമ്മൾ ഈമാൻ കാര്യത്തിൽ 6ാമത്തത്? ഖൈറും ഷർറും നമുക്ക് വരുത്താൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ആ വരാൻ പോകുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു പഴുതുമില്ല എന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അങ്ങനെ ആരെങ്കിലും സമീപിച്ചാൽ നമ്മുടെ വിശ്വാസം എന്തായിരിക്കും? ഇതൊക്കെ ജാഹിലിയ വിശ്വാസങ്ങളാ. റസൂലുള്ളാഹിനോട് വന്നിട്ട് മുആവിയത്ത് ബിൻ ഹക്കം സുലമി പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്നി ഹദീഥു അഹദിൻ ബിജാഹിലിയ, ഞാൻ ജാഹിലിയത്തിന് അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. വഖദ് ജാ അല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു ഞങ്ങൾക്ക് ഇസ്ലാമിനെ കൊണ്ടുവന്നു തന്നു. വ ഇന്ന മിന്നാ റിജാലൻ യഅതൂനൽ കുഹാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഗണിതക്കാരെ, ലക്ഷണം നോക്കുന്നവരെ സമീപിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ റസൂല് പറഞ്ഞു, ഫലാ തഅതിഹിം, നിങ്ങൾ അവരെ സമീപിക്കാൻ പാടില്ല എന്ന് മാത്രല്ല, മൻ അതാ അറാഫൻ ഔ കാഹിനൻ, അറാഫ് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണം നോക്കുന്ന ഗണിതക്കാരൻ, ഗണിച്ചു പറയുന്നവൻ. കാഹിൻ എന്ന് പറഞ്ഞാൽ വരാൻ പോണ കാര്യങ്ങൾ പറയുന്നവൻ. അങ്ങനെ താരെങ്കിലും ഒരാൾ സമീപിച്ചാൽ ഫസഅലഹു അൻ ശൈഇൻ, വല്ലതിനെ സംബന്ധിച്ചും ചോദിച്ചു അയാളോട്, എന്നാൽ ലം തുഖ്ബൽ ലഹു സലാത്തു 40 ലൈല, അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. പോയിട്ട് ചോദിച്ചാൽ മതി. നീ വിശ്വസിച്ചാലോ അത് വേറെ പറഞ്ഞിട്ടുണ്ട്. മന്നതാ കാഹിനം ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആരെങ്കിലും ഒരു മുഖലക്ഷണം പറയുന്നവനെ അല്ലെങ്കിൽ ലക്ഷണം പറയുന്നവനെ, ഗണിതക്കാരനെ, ജ്യോത്സ്യക്കാരനെ സമീപിച്ചു, അത് തങ്ങളായാലും തമ്പുരാനായാലും പണിക്കരായാലും പറയാനായാലും ഒക്കെ കണക്കന്നെ, എന്നിട്ടോ പറയുന്നത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു, കാഫിറായിരിക്കുന്നു. അള്ളാന്റെ റസൂല പറഞ്ഞ ഇതിൽ വലിയ കുഫറുണ്ടോ? അപ്പൊ ഈ തരത്തിൽ നമ്മുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നൊരു വഴിയാണ്. അള്ളാഹു അല്ലാത്തവർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ
അതെന്തായി? അത് അള്ളാഹുവിന്റെ അറിവിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലായി. ഈ സിഹിർ ചെയ്യുന്ന, സിഹിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് മാട്ട്, മാരണം, തമിഴന്മാർ പറയും ചെയ്വന, കൂടോത്രം, ഇസുമിന്റെ പണി, തെൽസമാത്ത്, ഈ വക ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ. ഇത് ചെയ്യുന്ന ആളുകൾ പലരും ഇത്തരത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കും, പിശാചിനെ പൂജിക്കുന്നവരായിരിക്കും, പിശാചിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നവരായിരിക്കും. അത്തരം ആളുകളെ സമീപിക്കാൻ തന്നെ പാടില്ല. ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു. പക്ഷി ലക്ഷണം നോക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ശുഭാശുഭം നോക്കുന്നവൻ, ആർക്കു വേണ്ടി ശുഭാശുഭം നോക്കി അവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഔ തകഹന ഔ തുഖിന ലഹു. അതുപോലെ ലക്ഷണം നോക്കുന്നവനും ആർക്കു വേണ്ടി ലക്ഷണം നോക്കും അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഔ സഹറ ഔ സുഹറ ലഹു. സിഹിർ ചെയ്യുന്നവനും ആർക്കു വേണ്ടി സിഹിർ ചെയ്യുന്നവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിച്ചിട്ടുള്ളൂ. പൈസ നമ്മൾ വേറെ ആൾക്ക് കൊടുത്തേച്ച് നമ്മൾ പോയിട്ട് കൂടില്ല, മതി, അതന്നെ ഏർപ്പാട്. അല്ലെങ്കിൽ പറയും ഞമ്മക്ക് ഇങ്ങോട്ട് ചെയ്തു എന്നൊരു സംശയം തോന്നിയപ്പോ നമ്മൾ മറിച്ച് ചെയ്യാൻ പോയതാണ്, മതി, അതും വൻ പാപമാണ്, പാടില്ലാത്തതാണ്, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മാനസിക രോഗം പോലുള്ളതൊക്കെ വന്നാല് ആളുകൾക്കൊരു ഇടളക്കം വരും, ഈമാൻ ഇളകിപ്പോവും അല്ലേ. അവിടെ പോയോക്കും ഇവിടെ പോയോക്കും എന്നൊക്കെ പറയും അല്ലേ. സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയോ സ്വന്തം കുടുംബത്തിന്റെ ഇസ്ലാമിക ജീവിതം ശരിയാക്കാൻ ശ്രമിക്കുകയോ പൈശാചികമായ ഉപദ്രവങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഖുർആൻ പാരായണവും അതുപോലെ ശരിയായ ജീവിതവും ഹലാലായ സമ്പാദ്യവും മ്യൂസിക് ഒഴിവാക്കൽ അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കൂല. അവിടെ പോയോക്കും ഇവിടെ പോയോക്കും മറ്റോടത്ത് പോയോക്കും എന്നറിയും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെയൊക്കെ പോയോക്കും. എന്നിട്ട് കാണാ നല്ല ഐക്കല്ലും ഏലസൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വരുന്നത്. അതെന്താ? അതങ്ങനെ, അത് അവര് പറഞ്ഞു, പിന്നെ കുട്ടിന്റെ കാര്യല്ലേ, ഞമ്മക്ക് പത്രക്കല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളേക്ക് പോകുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് ചിലതൊക്കെ ശരിയായി വന്നേക്കാം. അതിനെക്കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചു. സഅല ഉനാസുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ കുഹാൻ. ജനങ്ങൾ ജ്യോത്സ്യന്മാരെ കുറിച്ച് റസൂലിനോട് ചോദിച്ചു. ഫഖാല ലഹും റസൂലുള്ളാഹി ലൈസു ബിശൈ. അവരൊന്നുമല്ല എന്ന് റസൂൽ പറഞ്ഞു. ഖാലു, അവർ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ അശൈ ഫയകൂന ഹഖാ. അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ സത്യവുമായി ഒത്തുവരുന്നുണ്ടല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിൽകൽ കലിമത്തു മിനൽ ജിന്നി യഖ്തിഫുഹൽ ജിന്നിയു ഫയഖുറുഹാ ഫീ ഉദ്നി വലിയിഹി ഖർറ ദജാജ. അത് ജിന്ന് തട്ടിയെടുക്കുന്ന ഒരു ചെറിയ വാക്കാണ്. എന്നിട്ട് അവന്റെ മിത്രത്തിന്റെ ചെവിയിൽ അത് കുറുകി കൊടുക്കുന്നു, കോഴി കുറുകി കൊടുക്കുന്നത് പോലെ. ഫയഖ്ലിതൂന ഫീഹാ അക്തറ മിൻ മിഅതി കദബ. അവൻ അതിന്റെ കൂടെ 100 കള്ളങ്ങൾ കൂടി ചേർത്ത് പറയുന്നു. അവൻ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ അവൻ മലക്കുകളോട് പറയും. മലക്കുകൾ അതിനെക്കുറിച്ച് പരസ്പരം സംസാരിക്കുമ്പോ ആകാശത്തിന്റെ കീഴ്ഭാഗത്തിലൂടെ പറന്നു നടക്കുന്ന ജിന്നുകൾ അതിന് വല്ലതും കട്ടുകേൾക്കും. ആദ്യകാലത്തൊക്കെ വല്ലാതെ കട്ടുകേട്ടിരുന്നു. പക്ഷേ ഉൽക്കകളെയും കൊള്ളിമീനുകളെയും നിയോഗിച്ചുകൊണ്ട് അള്ളാഹു അവരെ അകറ്റി. എന്നാലും ഇപ്പോഴും വല്ലതുമൊക്കെ കിട്ടിയാൽ അതവർ അവരുടെ വൈതാളികന്മാർക്ക് എത്തിച്ചു കൊടുക്കും. അവർ അത് അവരെ കാണാൻ വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവരെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഭാവി കാര്യം ചിലപ്പോൾ അതിന് കിട്ടിയെന്ന് വരാം. 100 കളവരിൽ ചേർത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് അവർ പറയുന്ന ഒത്തുവരുന്നത്. അല്ലാതെ അവർക്കൊരു കറാമത്തുമില്ല. അതായത് പഠിപ്പിച്ചു കൊടുക്കണേ, അവർക്ക് ദിവ്യത്വമില്ല, കറാമത്തിന്റെ അംശമില്ല. അത് കണ്ടുകൾ ഞെട്ടേണ്ടതില്ല. ഓനെ പൂജിക്കാൻ പോണ്ട, ഓൻ വലിയ ആളാന്ന് കരുതണ്ട, ഓൻ വൃത്തികെട്ടവനാണ്. ആരെടുക്കലാ പിശാചുക്കൾ ഇറങ്ങി വരിക? ആരെടുക്കൽക്കാ ഇങ്ങനത്തെ സഹായം ഉണ്ടാകിയത്? ഖുർആൻ പറഞ്ഞു, ഖുൽ ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം. നന്നായി നിസ്കരിച്ച് നോമ്പൂറ്റടക്കണവന്റെ അടുത്തല്ല, ഏറ്റവും വലിയ പാപിയും ഏറ്റവും വലിയ നുണയനും ഏറ്റവും വലിയ തമ്മാടിയായിരിക്കും. പുറത്തോ നല്ല ആളൊക്കെ ഞെളിയുന്നുണ്ടെങ്കിലും അവന്റെ ബാക്ക്ഗ്രൗണ്ട് മോശമായിരിക്കും, വൃത്തികെട്ടവനായിരിക്കും അവൻ. അങ്ങനത്തെ ആളുകളാണ് പിശാച് സേവയുമായി നടക്കുന്നത്. ഇതൊന്നും അവർക്കുള്ള കശ്ഫോ കറാമത്തോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇന്ന് നമ്മുടെ സമുദായത്തിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാ. ഇപ്പോ ഇൽമുൻ നുജൂം എന്ന് പറഞ്ഞ നക്ഷത്രശാസ്ത്രം, രാശിശാസ്ത്രം, ഇൽമുൽ ഫലക് ഗോളശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും എഴുതി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. രാശി നോക്കി പറയുന്ന ആളുകള്, അതിൽ വിശ്വസിക്കുന്ന ആളുകള്. ശുഭാശുഭം നോക്കുന്ന എത്ര ആളുകളുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്,
പ്രായം ചെന്ന ആളുകളൊക്കെ നമ്മളെ നാട്ടില് കുട്ടി പറഞ്ഞ അപ്പൊ നാള് നോക്കും അല്ലേ? നമുക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല, എന്നാലും ആ പണിക്കരെ കൊണ്ടൊന്ന് നോക്കിച്ചാൽ എന്താ, അത് രേവതിയാണ്, ഇത് ഉത്രാടാണ്. എന്നിട്ടോ രേവതിയായ അങ്ങനെയാണെന്നാ വെപ്പ്, ഉത്രാടാണെന്ന അങ്ങനെയാണെന്നാ വെപ്പ്. ചില പ്രത്യേക നാളിൽ ജനിച്ചാൽ അവരെ ഭാവി നന്നായിരിക്കും. ഈ നാളെങ്ങനെ തീരുമാനിക്കല്? ഗ്രഹങ്ങളുടെ നില നോക്കിയിട്ടാണ്. വാസ്തവത്തിൽ ഗ്രഹങ്ങളുടെ നിലക്ക് ഈ ദുനിയാവിലെ മനുഷ്യന്റെ നന്മ തിന്മകളുമായി യാതൊരു ബന്ധവും ഉണ്ടെന്ന് ഒരു മുസ്ലിം വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ ആളുകൾ പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, നാള് നോക്കുന്നുണ്ട്. പൂരാടാണ് അവന്റെ നാള്, കോലം കണ്ടാൽ തന്നെ അറിയാം രേവതിയാ നാള് എന്ന് പറയുന്ന അമുസ്ലിങ്ങളെ പോലെ മുസ്ലിങ്ങളിൽ ചിലരും ഇന്നും അത് വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേണ്ട, ചില ദിവസങ്ങൾക്ക് ചില മാസങ്ങൾക്ക് നമ്മൾ അശുഭം കൽപ്പിക്കാറില്ലേ? ചില സംഗതികൾ കേട്ടാൽ അല്ലെങ്കിൽ ചില വസ്തുക്കൾ കണ്ടാൽ നമ്മൾ ലക്ഷണക്കേട് പറയലുണ്ട്. ഉദാഹരണമായിട്ട് ശനിദോഷം, അവന്റെ ശനിദശയാണ് എന്ന് പറയും അല്ലേ? എന്നാൽ ശനി എന്ന ഗ്രഹം മനുഷ്യന് ക്ലേശം സമ്മാനിക്കുന്ന ഒരു ഗ്രഹമാണെന്നാണ് ജ്യോതിഷ വിശ്വാസം. ജ്യോതിശാസ്ത്രം സത്യം, പക്ഷെ ജ്യോതിഷം തട്ടിപ്പാണ്. ജ്യോതിഷികൾ വിശ്വസിക്കുന്നത് ശനി എന്ന ഗ്രഹം മനുഷ്യന് പാപം സമ്മാനിക്കുന്ന ഗ്രഹമാണ് എന്നാ. അപ്പൊ അത് വിവിധ രാശികളിലൂടെ സഞ്ചരിക്കുമ്പോ മനുഷ്യന് ദോഷം ഉണ്ടാവും അല്ലേ? 7.5 ശനി, കണ്ടകശനി എന്നൊക്കെ പറയും. നമ്മളെ ആളുകള് വല്ലാത്തൊരു ഏകർശനി ആയിപ്പോയി. എന്താ ഏകർശനി? 7.5 ശനി എന്ന് പറഞ്ഞായതാ ഏകർശനി അല്ലേ? വല്ലാത്തൊരു കരേപ്പെ. എന്താ ഈ കരേപ്പെ? ഗ്രഹപ്പഴ. ഗ്രഹപ്പഴ ഗ്രേപ്പ എന്നറിയും, പിന്നെ അത് കരേപ്പയായതാ. നമ്മളാള് കരേപ്പ എന്നറിയില്ലേ? എന്താ ചിന്തിച്ചു നോക്കണം, ഒന്നും പറയാൻ പാടില്ല. നമുക്ക് ഏകർശനി ഇല്ല, ഗ്രേപ്പില്ല. 7.5 ശനി, കണ്ടകശനി ഒക്കെ ഹിന്ദുക്കളെ വിശ്വാസ. അതന്നെ ഗ്രഹപ്പഴയും. ഗ്രഹം പഴച്ചതുകൊണ്ടാ നമുക്ക് ആപത്തുണ്ടായത്. അപ്പൊ ഗ്രഹത്തിന്റെ ചലനങ്ങൾ നോക്കിയിട്ട് അത് മനുഷ്യന്റെ നന്മയും തിന്മയും തീരുമാനിക്കും. ഗ്രഹത്തിന്റെ ദോഷങ്ങൾ മനുഷ്യരെയും പക്ഷി മൃഗാദികളെയും ബാധിക്കുമെന്ന വിശ്വാസം തികഞ്ഞ അന്ധവിശ്വാസമാണ്. അള്ളാഹുവാണ് ഖൈറും ശർറും തരുന്നവൻ എന്ന ഈമാൻ കാര്യത്തിൽ 6ാമത്തേതിന്റെ നിരാസമാണ് യഥാർത്ഥത്തിൽ അത്. ഒരു പൂച്ച കുറുകെ ഓടിയ തമിഴൻ വണ്ടി ചവിട്ടി അവിടെ നിർത്തും, പിന്നെ പോവില്ല. പിന്നെ വേറൊരു വണ്ടി പോയിട്ട് വണ്ടി എടുക്കുള്ളൂ. പ്രത്യേകിച്ച് കറുത്ത പൂച്ചയും കൂടിയാണെങ്കിലോ പറയും വേണ്ട, പിന്നെ ആകെ വിഷമാവും. അങ്ങനത്തെ വിഷമം ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അത് നമ്മളിപ്പോ അതൊരു അങ്ങനെല്ലാം ഉണ്ടെങ്കിലോ. അപ്പൊ ഉള്ളിന്റെ ഉള്ളില് നമ്മക്കതുണ്ട്. പൂച്ച വിലങ്ങ് പറഞ്ഞ ആ വഴിക്ക് പോവില്ല, വേറെ വഴിക്ക് പോവും. പൂച്ച വലത്തുനിന്ന് വന്നാ നല്ലതാണ്, ഇടത്തുനിന്ന് വന്നാ ദോഷാണ്. എന്തിനധികം സുഹൃത്തുക്കളെ, പെരടിയിൽ ഇങ്ങനെ കയ്യെട്ടി നിന്നാൽ ആ ചെറുക്കനെ പെരടി കയ്യെട്ടി നിൽക്കുക. പെരടിയിൽ അങ്ങനെ കയ്യെട്ടി നിന്ന മാതാപിതാക്കൾ മരിക്കുന്നു ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഈ തലയുടെ മർമ്മം എന്ന് പറയുന്നത് ഈ മെഡുല്ലൊക്കെ പുറത്താണല്ലോ. അതിന് വല്ല ദോഷവും സംഭവിക്കുന്ന വൈദ്യശാസ്ത്രം തെളിയിച്ച പിന്നെ കെട്ടാൻ പറ്റൂല. ഭൗതികമായ കാരണം ഇതിന് കണ്ടെത്തി. വേറെന്ത് കാരണമുള്ളത്? വേറൊരു കാരണമല്ല. തലയിലെ മർമ്മസ്ഥാനങ്ങൾക്ക് കേടുപറ്റുന്നു വൈദ്യശാസ്ത്രം പറഞ്ഞതുകൊണ്ടല്ല. അതങ്ങനെ അന്ധവിശ്വാസം. അതുപോലെ തന്നെ കണി കാണുന്നതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് നേരം വെളുക്കുമ്പോ നീച്ചപ്പോ തന്നെ ആ ചൈത്താന്റെ മുഖാന്ന് കണ്ട് ഇന്ന് നേരാവില്ല ഉറപ്പാണ് അല്ലേ? കണി കാണല് നമുക്കുണ്ടോ? കണിയിൽ വിശ്വാസം പല ആളുകൾക്കുണ്ട്. രാവിലെ വന്നിട്ട് പീടിയ തുറന്നേക്കാരാ സാധനം വാങ്ങാൻ ഒന്ന് നോക്കി വെക്കും. ഇന്നത്തെ കാര്യം പോക്കന്നെ. നമ്മളെ ഖൈറും ഷർറും കൈനീട്ടത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ കൈനീട്ടം, കണി കാണൽ ഇതൊന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ല. പക്ഷി ലക്ഷണം നോക്കൽ റസൂൽ പഠിപ്പിച്ചതല്ല. നമ്മൾ അല്ലാഹുവിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കാൻ, തവക്കുലാക്കാൻ ബാധ്യതപ്പെട്ടവരാ നമ്മള്. അതിന്റെ നിരാസമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ. ജാഹിലിയ്യ കാലത്ത് പക്ഷിയെ പറപ്പിച്ചിട്ട് ലക്ഷണം നോക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷിയെ ഇങ്ങനെ വിട്ടാൽ വലത്തോട്ട് പാറിയ ശുഭലക്ഷണം, ഇടത്തോട്ട് പാറിയ അത് ദുഷ്ടലക്ഷണാണ്, അശുഭലക്ഷണാണ്. നമ്മളെ ചില ആളുകളൊക്കെ ഈ തത്തനെ കൊണ്ട് ചീട്ടെടുപ്പിക്കുമല്ലോ. തത്തനെ കൊണ്ട് ഇങ്ങനെ ഒരു കുടുക്കിലാക്കിയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ചീട്ടിങ്ങനെ നിരത്തി കശക്കിയിടും. തത്തനെ മെല്ലെ തുറന്നിട്ടിട്ട് ഒരു കാർഡെടുത്തിട്ട് ഇവന് കൊടുക്കും. ഓ, ഹനുമാന്റെ ചിത്രത്തിനപ്പുറത്തും നരസിംഹത്തിന്റെ അപ്പുറത്തും. ഓ, എന്നിട്ട് ഇവനോട് തുടങ്ങും വയല്. ഈ കാർഡിനെ പറ്റി ഇവനെ പറ്റി
ഒക്കെ കേട്ടിരിക്ക. അങ്ങനെയാ മൂക്കത്തിങ്ങനെ ബെല്ല് വെച്ചിട്ട് എവിടെ പോയി മുഅ്മിനേ നമ്മുടെ വിശ്വാസം? ഇതാണോ നമ്മുടെ വിശ്വാസം? ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവർ കൈനോക്കി ലക്ഷണം പറയിക്കുന്നവരടുത്ത് കൈനോക്കിക്കാൻ പാടില്ല. തത്തയെ കൊണ്ട് ചീട്ടടിപ്പിച്ച് ലക്ഷണം നോക്കാൻ പാടില്ല അല്ലേ? പക്ഷെ അതൊക്കെ ഫാത്തിമ ബീവി ഖദീജ ബീവിന്റെ കൈ നോക്കിയ കുറവന്റെ കഥയും ഫാത്തിമ ബീവിന്റെ കൈ നോക്കിയ കുറവന്റെ കഥയൊക്കെ ഷിയാക്കള് പണ്ട് അവിടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും ഒക്കെ അതിന്റെ ബാക്കി. അതൊക്കെ ജാഹിലിയത്ത് മുഴുവൻ നമ്മളിത് നീങ്ങിയിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. തീറത്തിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു, വലാകിൻ യുദ്ഹിബുഹുല്ലാഹു ബിത്തവക്കുൽ. അത്തീറത്ത് ശിർക്കുൻ. തീറത്ത് ശിർക്കാണ്. പക്ഷി ലക്ഷണം നോക്കല് ശിർക്കാണ്. അത് ചെയ്യാത്ത പലരും നമ്മളിൽ ചെയ്യാത്തവരായി പല ആളുകളും നമ്മളിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് ലാകിൻ യുദ്ഹിബുഹുല്ലാഹു ബിത്തവക്കുൽ. അത് തവക്കുലിനെ ഇല്ലാതാക്കി കളയും. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന സ്വഭാവത്തെ ഇല്ലാതാക്കി കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂസാ നബിയുടെ ജനത പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു, ഫൈദാ ജാഅത്തുഹുൽ ഹസനതു ഖാലൂ ലനാ ഹാദിഹി വഇൻ തുസിബുഹും സയ്യിഅത്തുൻ യത്തയ്യറൂ ബിമൂസാ വമൻ മഅഹു അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ. സൂറത്ത് അഅറാഫിലെ 131-ാമത്തെ ആയത്ത്. അവർക്ക് വല്ല നന്മയും വന്നാൽ അവർ പറയും ഇത് ഞങ്ങൾക്കുള്ളതാണ്. വല്ല തിന്മയും ബാധിച്ചാൽ മൂസയും മൂസയുടെ കൂടെയുള്ളവരുടെയും ശകുനപ്പിഴയാണെന്ന് അവർ ആരോപിക്കും. അറിയുക, അവരെ ശകുനപ്പിഴ അവരുടെ കൂടെ തന്നെയാണുള്ളത്. അവരിൽ അധികം ആളുകളും അറിയാത്തവരാണ്. ഇത് പരിശുദ്ധ ഖുർആൻ വളരെ പൗരാണികമായുള്ള മൂസാ നബിയുടെ ആളുകളുടെ വിശ്വാസത്തെ കുറിച്ച് എടുത്തു പറയാണ്. ഭാഗ്യ പരീക്ഷണ കോലുകൾ കൊണ്ട് ലക്ഷണം നോക്കിയിരുന്നു മക്കക്കാര്. ഇബ്രാഹിം നബിയുടെ ബിംബം വെച്ചിട്ട് ആ ബിംബത്തിന്റെ കയ്യിലൊരു പാത്രം, ആ പാത്രത്തിൽ കുറെ കോലുകൾ. ചില കോലുകളിന്മേൽ നഅം അതെ, ചില കോലുകളിന്മേൽ ലാ പാടില്ല. എന്തെങ്കിലും ഒരു യാത്രക്കോ മറ്റോ ഉദ്യമിക്കുമ്പോ പോയിട്ട് ഒരു കോലെടുക്കും. കിട്ടിയ കോല് നഅം അതേ എന്നാണെങ്കിൽ ആ യാത്രക്ക് പോകും, ലാ പാടില്ല എന്നാണെങ്കിൽ പോകൂല. ഇതാണ് തസ്തഖ്സിമു ബിൽ അസ്ലാം. ഭാഗ്യ പരീക്ഷണ കോലുകൾ കൊണ്ട് നിങ്ങൾ ഭാഗ്യം പരിശോധിക്കുക. ഇത് പാടില്ലാത്തതാണ്. നമ്മുടെ ആളുകളിലെ ലോട്ടറി, അള്ളാഹ്ക്ക് ഇപ്പൊ എന്റെ വിഷമം അറിയലോ, അള്ളാഹ് ചിലപ്പോ എന്നെ ലോട്ടറിയിലൂടെ ആയിരിക്കും സഹായിക്കണേ. ഒരു ടിക്കറ്റ് എടുത്തു നോക്കുക കണ്ടോ, അത് ഇസ്ലാം വിരോധിച്ച മൈസിറ, അത് ചൂതാട്ടത്തിൽ പെട്ടതാ. അങ്ങനെ അള്ളാഹ് സഹായിക്കൂല ആരെയും. പക്ഷെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ലോട്ടറി എടുക്കുന്ന ആളുകൾ ഉണ്ടാകും. അള്ളാഹു ഹറാമായ മാർഗത്തിലൂടെ നമ്മളെ രക്ഷിക്കുന്നു വിചാരിക്കാനേ പാടില്ലാത്തതാണ്. മാത്രല്ല മൻ റദ്ദത്തുഹു തീറത്തു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. പക്ഷേ ഒരു ശകുനം നോക്കിയിട്ട് ആരെങ്കിലും അയാളെ ഒരാവശ്യത്തിന് പിന്തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് ശിർക്കാണ് ചെയ്യുന്നത്. ശുഭാശുഭം നോക്കിയിട്ടേ ഖാലു യാ റസൂലല്ലാഹ് വമാ കഫാറത്തു ദാലിക, അതിന്റെ പ്രായശ്ചിത്തം എന്താണ്? അശുഭം നോക്കിയിട്ട് ഒരു കാര്യത്തിന് തിരിഞ്ഞു പോന്നു, അങ്ങനെ തെറ്റ് ചെയ്തു പോലെ അതിന്റെ പ്രായശ്ചിത്തം എന്താണ്? അൻ യഖൂല അഹദുഹും, നിങ്ങളിൽ ഒരാൾ പറയലാണ് അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, പടച്ചവനെ നിന്റെ നന്മയല്ലാതെ മറ്റൊരു നന്മയുമില്ല. വലാ തൈറ ഇല്ലാ തൈറുക, നിന്റെ ശകുനമല്ലാതെ മറ്റൊരു ശകുനവുമില്ല. വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയലാണ്. ഭാഗ്യപരീക്ഷണ കോലുകൾ കൊണ്ട് ഭാഗ്യം നോക്കുന്നവരെ കുറിച്ച് റസൂൽ പറഞ്ഞെന്താ? ലൻ യലിജ ദറജാതിൽ ഉലാ മൻ തകഹൻ ഔ ഇസ്തഖസം ഔ റജഅ മിൻ സഫരിൻ തതയ്യുറ. ലക്ഷണം നോക്കുന്നവൻ ഒരിക്കലും ഉന്നത പദവികളിലേക്ക് പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ അവിസ്തഖ്സമ, ഭാഗ്യം പരീക്ഷിക്കുന്നവർ, ഇതുപോലുള്ള ഭാഗ്യപരീക്ഷണ കോലുകളോ മറ്റോ വെച്ച് ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ടല്ലോ, അവരും രക്ഷപ്പെടുകയില്ല. അതുപോലെ ഒരു യാത്രയിൽ നിന്നും ശുഭാശുഭം നോക്കിയിട്ട് ലക്ഷണം നോക്കി തിരിച്ചു വരുന്നവനും അവനും ഉന്നത മാർഗങ്ങളിൽ പ്രവേശിക്കുകയില്ല, ഉന്നത പദവികളിൽ എത്തുകയില്ലെന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ അവിടുന്ന് പഠിപ്പിച്ചു ലാ അദ്വ വലാ തുയറത വലാ ഹാമത വലാ സഫർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, 5757-ാമത്തെ ഹദീസ്. അദ്വയില്ല, തീറയില്ല, ഹാമയില്ല, സഫറില്ല. മറ്റൊരു റിവായത്തിൽ വലാ നൗ വലാ ഗൂൽ, നൗ ഇല്ല, ഗൂൽ ഇല്ല. ഇത് ഓരോന്നും വിശദീകരിച്ച് മനസ്സിലാക്കണം. അദ്വ എന്ന് പറഞ്ഞാൽ രോഗം സ്വയം പകരുകയില്ല. അങ്ങനെ സ്വയം പകരുന്നു വിചാരിക്കേണ്ടതില്ല. അതിന് ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോഴേ അത് പകരുള്ളൂ. അങ്ങനെ വിശ്വസിക്കരുത്. പിന്നെ വലാ തുയറ, പക്ഷി ലക്ഷണമില്ല. വലാ ഹാമ, കൂമനില്ല. അല്ലേ, ഇന്നും നമ്മളെ ആളുകൾക്കൊക്കെ ഒരു 11 മണിക്ക് കൊട്ട അപ്പുറത്തൊരു പനമ വന്നിട്ട് എന്താണ് നിങ്ങളൊന്ന് നീച്ചാ ഞാനാട്ടിക്കാണി. പെണ്ണുങ്ങൾ വേഗം എണീറ്റിട്ട് കൂമം മൂളി എപ്പോഴും നമ്മൾ ആളുകൾക്ക് പേടിയാണ്.
എന്താ? വീട്ടുകാരൻ മരിക്കും. നബി പറഞ്ഞു കൂമനില്ല, കൂമൻ കൂവലില്ല. വലാ സഫർ, സഫറില്ല. അതിന് പല വ്യാഖ്യാനം കൊണ്ട് ഒരു വ്യാഖ്യാനം കാനത്തിൽ അറബിയ തശാഅമൂന ബിഹി, സഫർ മാസം ഒരു അവലക്ഷണത്തിന്റെ മാസമായി ആര് കണ്ടിരുന്നു? ജാഹിലിയ കാലത്തുള്ള കണ്ടിരുന്നു. ഇപ്പോഴും ചില ഖുറാഫികൾ സഫർ മാസം കടം കൊടുക്കൂല. ജാഹിലിയത്തിന്റെ ഓരോ കോലം കണ്ടോ? സഫർ മാസത്തിൽ പണം കടം കൊടുക്കൂല, കൊടുത്താൽ പിന്നെ തിരിച്ചിട്ടില്ല എന്നാ വിശ്വാസം, തൊലിഞ്ഞു പോകുന്നു അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. മുഹറം മാസത്തിൽ 1 മുതൽ 10 വരെ നെഹസാണ്. അന്ന് വല്ലതും കയ്യിൽ നിന്ന് വീണു പോയാൽ ആ കൊല്ലം പോക്കായിരിക്കും, അന്ന് വല്ലതും കിട്ടിയാൽ ആ കൊല്ലം കിട്ടലായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ചില ഖുറാഫികളുണ്ട്. അന്ന് പരക്ക് കുറ്റിയടിക്കൂല, അന്ന് പുതിയ കച്ചവടം തുടങ്ങൂല, പൊരന്റെ പണി പൂർത്തിയായിട്ടുണ്ട്, 11-ാം തീയതി പോകേണ്ടതാണെങ്കിലും ഞാൻ പോയിട്ട് നിങ്ങൾ പൊരയ്ക്ക് താമസം മാറിക്കോളി എന്ന് പറയും. നമ്മളോടൊക്കെ വേറെ എന്തെങ്കിലും കാരണം വരും. കാരണം പെണ്ണുങ്ങളെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും വേറെ 1 മുതൽ 10 വരെ കഴിഞ്ഞോട്ടെ, ഓളെ വാപ്പാന്റെ പൈസ ഉണ്ടാവുമല്ലോ, ഖുറാഫിയായ അളിയന്റെ പൈസ ഉണ്ടാവുമല്ലോ, അപ്പൊ ഓനെ ഒപ്പിച്ച് നിൽക്കേണ്ടി വരും. അപ്പോ മെല്ലെ പറയും അതിപ്പോ ഇനിയിപ്പോ കുറച്ച് പണി കൂടി തീരണം, ഇനിയിപ്പോ ഏതായാലും ഞാൻ പോയിട്ട് മെല്ലണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ എന്താ? 1 മുതൽ 10 വരെ പുതിയ പണി പാർക്കാൻ പാടില്ല എന്നാ. ഇതൊക്കെ സുഹൃത്തുക്കൾ അന്വേഷിച്ച് എന്നാൽ നമുക്ക് മനസ്സിലാകും. പൊരക്ക് സ്ഥാനം നോക്കാൻ തുറാബ് തങ്ങളെ കൊണ്ടൊരു ഇടപാടുണ്ട്. ഞാൻ താമസിക്കുന്ന ആ ഏരിയയിലൊക്കെ വടകര തുറാബുകളുണ്ട്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയില്ലേ, 40 സെന്റുള്ള വാപ്പാന്റെ ഭൂമി ഓരി വെച്ചിട്ട് 6-7 സെന്റ് കിട്ടിയാൽ പൊരക്കാന്ന് വെച്ച് മക്കൾ നിൽക്കുക. എന്നിട്ട് ഇപ്പം വന്നിട്ട് അത് കന്നിമൂലയാണ്, കന്നിമൂലയെ കിണർ പറ്റൂല, ഏത് മൂലയിലാ പിന്നെ ഉണ്ടാക്കുക? ആകെ 4 മൂലല്ലേ ഉള്ളൂ. അടുപ്പ് അങ്ങോട്ട് പറ്റൂല, മറ്റേ ഇങ്ങോട്ട് പറ്റൂല. നമ്മളാളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. ആശാരി വന്നിട്ട് അടുപ്പ് അങ്ങോട്ട് പറ്റൂല പറഞ്ഞാ ഇപ്പൊ ചിലപ്പോ ഈ കാറ്റിന്റെ ഇപ്പൊ എന്ത് കാറ്റിന്റെ അടുപ്പാണ് കൂട്ടരെ. ഇപ്പൊ ഗ്യാസ് ഒന്ന് കത്തിക്കണ സാധനല്ലേ. കാറ്റ് നോക്കിയിട്ടൊക്കെ പണ്ട് ജനലിൽ കൂടി കാറ്റ് വന്നിട്ട് തീ കെടാൻ സാധ്യത നോക്കണ്ട്, അല്ലെങ്കിൽ പുക മൂത്ത് കടിക്കാൻ സാധ്യത ഉണ്ട്. അതൊക്കെ നോക്കാച്ച തരക്കലത് ആശാരി പറയാണ് ആ ഭാഗത്ത് പിന്നെ അടുപ്പ് പറ്റൂല, പറ്റൂല. എന്താവും പറഞ്ഞോളെ? അല്ല അത് ആശാരി പറഞ്ഞത്. ആശാരി ഇപ്പൊ ആശാരിയാണ് ഇപ്പൊ നിങ്ങളെ റബ്ബ്, മൂപ്പരാപ്പ തീരുമാനിക്കല്. കുറ്റുപൂജ, കുറ്റടിക്കണം എന്നൊരു പൂജ, അത് രാഘവാജി ആരും അറിയാതെ സുബൈക്കുമ്പെന്ന് ചെയ്തോട് ഞാൻ ആരോടും പറയണ്ട. എന്നിട്ടോ വന്ന് തേങ്ങ കുടച്ച് പൂജിച്ച് മാപ്പിളാര് നിഷേധിക്കാൻ കഴിയോ? നമ്മളാളുകളെ സ്വഭാവം അതൊക്കെ. കട്ടില വെക്കുമ്പോ ഇതിനടി സ്വർണം വെക്കുക. ഈ ജാതി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഹൈറും ഷെറും അല്ലാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ. അപ്പോ സഫർ മാസത്തിന് പ്രത്യേകതല്ല. സഫർ മാസം ഹൈറിന്റെ മാസം എന്നും പറഞ്ഞ ഷെറിന്റെ മാസം എല്ലാ മാസം പോലെ ഒരു മാസം. കൂമം കൂവിച്ചിട്ട് നിങ്ങൾക്ക് യാതൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ രോഗം പകരുകയില്ല, സ്വയം പകരുകയില്ല. അതിന് അല്ലാഹ് നിശ്ചയിച്ച കാരണം ഉണ്ടാകണം. വലാ നൗഅ, നക്ഷത്ര രാശിയില്ല, ഞാറ്റുവേലയില്ല. ഇതൊക്കെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് നമ്മുടെ തവക്കുലിനെ ദുർബലമാക്കും ഇത്തരം വിശ്വാസങ്ങൾ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കേണ്ടവരും അവന്റെ മേൽ മാത്രം ബലമേൽപ്പിക്കേണ്ടവരും അവനെ മാത്രം അവലംബിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെയൊന്നും നമ്മൾ വില വെക്കാതിരിക്കണം. ഈ ലാ അദ്വ എന്നതിന് ചില ആളുകൾ പകർച്ചവ്യാധി പകരുകയില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പകർച്ചവ്യാധി പകരും. എപ്പോ? സൂക്ഷിച്ചില്ലെങ്കിൽ പകരും. റസൂല് ആ ഹദീസിൽ തന്നെ പറയുന്നു, ലാ യൂരിദുൽ മുംരിദു അലൽ മുസിഹി, രോഗമുള്ള ഒട്ടകത്തെ ആരോഗ്യമുള്ള ഒട്ടകത്തിന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. എന്താ? മറ്റൊക്കെ രോഗം പകരും. മാത്രല്ല നബി പറഞ്ഞു, അപ്പൊ രോഗം പകരുന്നതിനുള്ള കാരണങ്ങൾ ഒഴിവാക്കണം എന്നാ റസൂൽ പറഞ്ഞിട്ടുള്ളത്. പകർച്ചവ്യാധി പകരും, രോഗം പകരും, അതിന്റെ കാരണങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഫിർറ മിനൽ മജ്ദൂമി ഫിറാറക മിനൽ അസദി, കുഷ്ഠരോഗത്തിൽ നിന്നും നീ ഓടി രക്ഷപ്പെടണം. എങ്ങനെ? സിംഹത്തിൽ ഓടി രക്ഷപ്പെടുന്നത് പോലെ. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, ഒരു സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ നിങ്ങൾ അവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. വേറൊരു സ്ഥലത്ത് പകർച്ചവ്യാധി ഉണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ അവിടേക്ക് പോകാനും പാടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അതിന്റെ അണുക്കൾ നമ്മളെ ദേഹത്തുണ്ടാവും. നമുക്ക് ചിലപ്പോൾ നമ്മളെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് പുറത്തു വന്നില്ല എന്ന് വരാം. പക്ഷെ നമ്മൾ വേറെ സ്ഥലത്ത് പോയാൽ അവരിലേക്ക് അത് പകരാൻ സാധ്യത ഉണ്ടെന്നായിരിക്കാം റസൂൽ ഉദ്ദേശിച്ചത്. നമുക്ക് റസൂല പറഞ്ഞോടത്ത് നിൽക്കുക. നിങ്ങളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടെ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, വേറെ സ്ഥലത്തേക്ക് ഓടാൻ പാടില്ല. നിങ്ങളൊരു സ്ഥലത്ത് പകർച്ചവ്യാധി ഉള്ളിടത്ത്, നിങ്ങളുടെ നാട്ടിലൊന്നുമില്ല, അങ്ങോട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പോകാൻ പാടില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. റസൂല് ലാ അദ്വ,
രോഗം സ്വയം പകരുകയില്ലെന്ന് പറഞ്ഞപ്പോ ഒരു അറാബി, ഒരു ഗ്രാമീണനായ അറബി എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമാ ബാലുൽ ഇബ്ലി തകൂനു ഫി റംലി കഅന്നഹ ലിബാ, മണലിൽ ഇങ്ങനെ മാൻകുട്ടികളെ പോലെ ഉരുണ്ട് കളിക്കുന്ന ഒട്ടകത്തിന്റെ സ്ഥിതി എന്താണ്? ഫയജീഉൽ ബഈറുൽ അജ്റബ് ഫയദ്ഖുലു ഫീഹാ ഫയുജ്രിബുഹാ, അപ്പോൾ അതാ ചൊറി പിടിച്ച ഒട്ടഞ്ചൊറി പിടിച്ച ഒട്ടകം വരുന്നു കൂട്ടത്തിലേക്ക്, എന്നിട്ട് ഈ ഒട്ടകത്തിനും ചൊറി ഉണ്ടാക്കുന്നു. യുജ്രിബുഹാ കുല്ലഹാ ഖാല, അപ്പൊ റസൂൽ തിരിച്ചു ചോദിച്ചു, ഫമൻ അഅദൽ അവൽ, എന്നാൽ ആദ്യത്തിന് ആരാണ് ഉണ്ടാക്കിയത്? ആദ്യത്തിന് എവിടുന്നാ രോഗം പകർത്തിയത്? അപ്പൊ രോഗം ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു രോഗം പകരുന്നതിന് ചില കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. രോഗം സ്വയം പകരുകയില്ല. ഇതാണ് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ചില ആളുകൾ പറയലുണ്ട് 3 കാര്യത്തിൽ ദുശ്ശകുനുണ്ട് എന്ന് ഹദീസിലുണ്ടല്ലോ. വീട്, ഭാര്യ, വാഹനം. കുതിര എന്നായിട്ടുണ്ട്. കുതിര എന്ന അന്നത്തെ വാഹനമാണല്ലോ. അശ്ശൂമു ഫിദ്ദാരി വൽ മർഅതി വൽ ഫർസ്. എന്താ അതിന്റെ ഉദ്ദേശം? മറ്റൊരു റിവായത്തിൽ അത്വീറത്തുന. ചില ആളുകൾ പറയും, ഓന്റെ ആ പെണ്ണുണ്ടല്ലോ, ഓള് ലക്ഷണം കെട്ടതാ, ഓളെ ഒഴിവാക്കിയാലും ഇഞ്ഞോ രക്ഷപ്പെടുള്ളൂ. ഓളെ കെട്ടിയതിന് ശേഷം പിന്നെ ഓൻ നന്നായിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞേക്കല. ഓന്റെ ആ വീടുണ്ടല്ലോ, അത് ഒഴിവാക്കിയാലും ഇഞ്ഞോ രക്ഷപ്പെടുള്ളൂ. ഓന്റെ ആ വാഹനം ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയാലും രക്ഷപ്പെടുള്ളൂ. കാരണം വീട്, വാഹനം, ഭാര്യ, ഇതിലൊക്കെ ലക്ഷണക്കേട് ഉണ്ടാകുന്ന ആളുകൾ പഠിച്ചു വെച്ചിരിക്കാം. വാസ്തവത്തിൽ റസൂല് പറഞ്ഞത് ഇങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂല് പറഞ്ഞത് വല്ലതിലും ദുർലക്ഷണം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇതിൽ 3ലുമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. ഈ 3ലും ഇല്ലാത്തതിനാൽ മറ്റൊന്നിലും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ല. ഇബ്നു ഉമറിന്റെ റിവായത്ത് അങ്ങനെയാണ്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്നു, ഇൻ യകുൻ മിനശ്ശുഅമി ശൈഉൻ ഹഖ്ഖുൻ ഫഫിൽ മർഅതി വൽ ഫർസി വദ്ദാർ. വല്ലതിലും അപലക്ഷണവും ലക്ഷണക്കേട് ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഈ 3ലും ഉണ്ടാകേണ്ടിയിരുന്നത്. ഈ 3ലും ഇല്ലാത്തതുകൊണ്ട് ഒന്നിലുമില്ല. ഇതാണ് ആ ഹദീസിന്റെ അർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഈ ഹദീസ് പറഞ്ഞപ്പോ അവർ പ്രതികരിച്ചത് എങ്ങനെയറിയോ? വല്ലദീ അൻസലൽ ഫുർഖാന അലാ മുഹമ്മദ് മാ ഖാലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തു. മുഹമ്മദ് നബിയുടെ മേൽ ഖുർആൻ അവതരിച്ച അല്ലാഹുവാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. ഇന്നമാ ഖാല കാന അഹ്ലുൽ ജാഹിലിയ്യത്തി യതതയ്യറൂന മിൻ ദാലിക്. ജാഹിലിയ കാലത്തുള്ളവർ ഇതുകൊണ്ടൊക്കെ അവലക്ഷണം കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഇമാം അഹ്മദിന്റെ ഹാക്കിമിന്റെ റിവായത്തിൽ ഇങ്ങനെയും കൂടിയുണ്ട്, വലാകിന്ന നബിയല്ലാഹി കാന യഖൂൽ കാന അഹ്ലുൽ ജാഹിലിയ്യത്തി യഖൂലൂൻ. ജാഹിലിയ കാലത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്ത്? അത്തീറത്തു ഫിൽ മർഅതി വദ്ദാരി വദ്ദാബ. സ്ത്രീയിലും വീട്ടിലും വാഹനത്തിലുമാണ് അവലക്ഷണമുള്ളത്, ദുർലക്ഷണമുള്ളത് എന്ന് ജാഹിലിയ കാലത്തുള്ളവർ പറഞ്ഞിരുന്നു. അപ്പൊ ഒരു രാവ് റിപ്പോർട്ട് ചെയ്തപ്പോ ആദ്യ ഭാഗം വിട്ട് കളഞ്ഞിട്ട് അത് മാത്രം റിപ്പോർട്ട് ചെയ്താ. എന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആയത്ത് ഓതി കൊടുത്തു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫീ കിതാബ്. ഈ ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ നിങ്ങൾക്ക് എന്ത് ആപത്തുകൾ ബാധിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ രേഖയിൽ ഉള്ളതാണ്. അള്ളാഹിന്റെ രേഖയിൽ ഇല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇത് മാത്രല്ല, ലക്ഷണം നോക്കാത്തവരെ, ശകുനം നോക്കാത്തവരെ പ്രശംസിക്കുക ചെയ്തിട്ടുള്ളത്. 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞിടത്ത് അവർ ചൂടുവെക്കൽ ചികിത്സ നടത്താത്തവരാണ്, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. സ്വയം വേണമെങ്കിൽ പ്രാർത്ഥിക്കും, മന്ത്രിക്കും, ഊതും, തടവുമൊക്കെ ചെയ്യുന്നല്ലാതെ വേറൊരാളോട് മന്ത്രിച്ച് തരാൻ വേണ്ടി അവർ പറയില്ല. വലാ യതതയ്യറൂന, അവർ പക്ഷി ലക്ഷണം നോക്കാത്തവരാണ്, ശുഭശുഭം നോക്കാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ അവർ എല്ലാം ഭരമേൽപ്പിക്കുന്നവരാണ്. അപ്പൊ ശുഭാശുഭം നോക്കാത്തവരെ, ശകുനം നോക്കാത്തവരെ പ്രശംസിക്കുകയും വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്ന മഹാഭാഗ്യവാന്മാരാകുന്ന 70,000 പേരിൽ അവർ ഉൾപ്പെടുമെന്ന് റസൂൽ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രല്ല, ഈ 3 നിങ്ങളുടെ സൗഭാഗ്യം എന്ന് വേറെ ഹദീസുണ്ട്, അതും കേട്ടോളി. ലാ ശുമ, ദുർലക്ഷണമില്ല. വഖദ് യകൂനുൽ യുംനു ഫീ സലാസ, 3 കാര്യത്തിൽ നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടായേക്കാം. ഫിൽ മർഅതി വൽ ഫറസി വദ്ദാർ, ഭാര്യ, അതുപോലെ തന്നെ കുതിര, വീട്. കുതിര ഉദ്ദേശിക്കുന്ന വാഹന. കണ്ടോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ പറയലുണ്ട്, ശുഉമില്ല എന്ന് പറഞ്ഞെങ്കിലും ഫഅലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫാല് പറഞ്ഞാൽ നല്ല ലക്ഷണം. അപ്പൊ ശുഭലക്ഷണം ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അതെന്താ അറിയോ? ലാ അദ്വ വലാ തീറ എന്ന് പറഞ്ഞ ഹദീസിൽ ഒരു റിപ്പോർട്ടിൽ വയുജിബുനി അൽ ഫഅൽ, ഫഅൽ എനിക്ക് ഇഷ്ടമാണ്, എന്നെ സന്തോഷിപ്പിക്കുന്നു. അൽ കലിമത്തുൽ ഹസന, അൽ കലിമത്തു ത്വയ്യിബ,
നല്ല വാക്ക്, വിശിഷ്ടമായ വാക്യം, അതാണ് നല്ല ലക്ഷണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലക്ഷണം നോക്കണതിനെ പറ്റി പറഞ്ഞതാ? അല്ല. നല്ല വാക്ക് കേൾക്കുന്നത് മനുഷ്യർക്ക് ആർക്കും സന്തോഷമാണ്. നമുക്കും അങ്ങനെ തന്നെയല്ലേ? നല്ലൊരു വാക്ക് കേൾക്കുന്ന ഇഷ്ടമല്ലേ? അതുപോലെ നബിക്കും നല്ല വാക്ക് കേൾക്കുന്ന ഇഷ്ടമാണ്. അത് റസൂലുള്ളാഹി ഹദീസിലുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുൽ ഫഅൽ, നല്ല വാക്ക് കേൾക്കുന്നത് റസൂലിന്റെ ഇഷ്ടമായിരുന്നു. വയക്റഹു തീറ, അതുപോലെ ലക്ഷണം പറയുന്നത് അല്ലെങ്കിൽ ശകുനം നോക്കുന്നത് റസൂൽ വെറുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ലക്ഷണം നോക്കുക അല്ലെങ്കിൽ അവലക്ഷണം കാണുക എന്നത് അള്ളാഹിനെ കുറിച്ചുള്ള മോശ വിചാരത്തിന്റെ ഭാഗമാണ്. നേരെ മറിച്ച് ഫഅൽ എന്ന് പറയുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരം. അപ്പൊ നമ്മളൊരു കാര്യത്തിന്, നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു നല്ല പ്രോത്സാഹജനകമായ വാക്ക് കേട്ടു അല്ലേ? നമ്മൾ വലിയ പ്രയാസത്തിൽ പ്രതിസന്ധിക്കുക, ഒന്നും പേടിക്കണ്ട, ഒക്കെ അള്ളാഹു ശരിയാക്കി തരും, ഇത് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ആൾക്ക് അങ്ങനെ എന്തൊക്കെ പ്രയാസം കണ്ടായിരുന്നു അതൊക്കെ അള്ളാഹ് മുഖത്തൊന്ന് കൊട്ടി, ധൈര്യമായിട്ട് പോയിക്കോ. അതൊരു ഒരു പ്രോത്സാഹനം അല്ലേ? എല്ലാവരും കൂടി കരഞ്ഞ് വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രോത്സാഹനം അല്ലേ? ഒരു വിടർന്ന പൂവ് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, തെളിഞ്ഞ വെള്ളം കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും, അതുപോലെ പ്രസന്നമായ ഒരു മനുഷ്യന്റെ മുഖം കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാക്കുന്ന കാര്യമെന്ന് മാത്രമേ ഉള്ളൂ. റസൂലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ ലി ഹാജത്തിൻ യുഹിബ്ബു അൻ യസ്മഅ യാ നുജൈഹ് യാ റാഷിദ്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നബി പുറപ്പെട്ടാൽ യാ നുജൈഹ് വിജയിച്ചവനെ, യാ റാഷിദ് സന്മാർഗം പ്രാപിച്ചവനെ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നബിക്ക് ഇഷ്ടമായിരുന്നുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും ലക്ഷണം നോക്കുന്നതിന് തെളിവല്ല. സുഹൃത്തുക്കളെ, ഒരു കുറുക്കൻ ഓരിയിട്ടാൽ, ഓരിക്കുറുക്കന്റെ ഓരി കേട്ടാൽ മരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പല്ല് പൊക്കിയത് കേട്ടാ കണ്ടോ നല്ല ലക്ഷണം, അത് പറഞ്ഞ സത്യമാണെന്നാ പല്ലി പറഞ്ഞ് എന്ന് പറയുന്ന ആളുകളുണ്ട്. കണ്ടോ, യാത്രക്കിറങ്ങിയിട്ട് വല്ലതും മറന്നു വെച്ചാല് ഇങ്ങനെ അവിടെ പാത്തുമാവൊന്നും എടുത്താ എന്നിട്ട് ഇങ്ങനെ വാങ്ങുള്ളൂ, തിരിഞ്ഞാൽ എന്തായി പോവും. ഇപ്പോ യാത്രക്ക് പോവുകയാണ്, ഗൾഫിലേക്ക് പോവുക, ഇപ്പൊ പാസ്പോർട്ടും ടിക്കറ്റും പൈസയും ഒക്കെ പറഞ്ഞ ചെറിയ ബാഗിലേക്ക് അതങ്ങോട്ട് മറക്കും. വേറൊക്കെ എടുത്ത് എല്ലാ ചണ്ടിമുണ്ടാരങ്ങളൊക്കെ കയറ്റി കുറെ എത്തിയിട്ട് അത് ഓർമ്മ വന്ന് പോകാൻ പറ്റുള്ളൂ. എന്ത് ചണ്ടിമുണ്ടാരുണ്ടായിട്ട് പാസ്പോർട്ട് ഇല്ലാതെ. അപ്പൊ കുറച്ചിപ്പുറത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നല്ലോ, അൽഹംദുലില്ലാ എന്നല്ല. പിന്നെ പ്രാഗല് ശൈത്താനോട് ഞാൻ അപ്പളേ പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഹേയ് ലക്ഷണക്കേട്, ഇന്നത്തെ യാത്ര ഇനി ശരിയാവൂല, ഒന്നും പറയരുത്. അത് ഒരു അവലക്ഷണമായി കണക്കൂട്ടും ചെയ്യരുത്. ചിലപ്പോൾ നമ്മളെയോ നമ്മുടെ ഭാര്യയുടെയൊക്കെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് അതിനെപ്പറ്റി വല്ലതും പറയാന്നല്ലാതെ ഇതൊരു ലക്ഷണക്കേടായിട്ട് നമ്മൾ ഒരിക്കലും പറയരുത്. മനസ്സിലായില്ലേ? നമ്മളാളുകള് തോർത്തുമുണ്ട് വാതിൽ പൊളി തോരിട്ട ഇട്ടാ തോർത്തുണ്ട് വാതിൽ മട്ടിട്, എന്താ മരിക്കും. പായ വിലങ്ങനെ മടക്കിയാല്, പായ എങ്ങനെ മടക്കണ ഭാര്യ നമ്മളൊന്ന് മയ്യത്ത് പൊതിയണ മാതിരി കണ്ട ചെറുക്കൻ പായ കൊണ്ടുവന്നോ എന്താ മരിക്കാൻ തന്നെ വലിയ പേടി നമുക്ക്. എന്നെ മരിച്ചാലുള്ള എങ്ങനെ പൊതിയ നോക്കണങ്ങള്. വെള്ളത്തുണി കൊണ്ട് പൊതിച്ചെറിഞ്ഞാല് ആ ചെറുക്കൻ വെള്ളത്തുണിയാ പൊച്ചണ ലക്ഷണക്കെട് എടുത്ത ഒരു പുതപ്പിട്ട് കൊടുത്താ വെള്ളത്തുണി പൊതിച്ചെടുക്കാൻ പാടില്ല. ഉടച്ച നാളികേരം മരത്തി വെച്ച കണ്ട അപ്പൊ ബേജാറായി. കാരണം പണ്ടൊക്കെ ഹിന്ദുക്കൾ മരിച്ച അയിമയെ തിരിയെത്തിച്ചേക്കല്. ഇതൊക്കെ ഹിന്ദുക്കൾ നിന്ന് പോന്ന നമ്മളൊക്കെ വാപ്പാര് ആരാ അല്ലേ? മണ്ണാര് പറയരൂ, ആര് പറഞ്ഞതാ? മൃഗാളി പാടിയതാ. ഇത് വലിയ തറവാടിത്തം പറഞ്ഞ അഹങ്കാരം പറയൊന്നും വേണ്ട, അന്റെ അസിലാരാണ് ഈ പറഞ്ഞ കൂട്ടരൊക്കെ അല്ലേ. അപ്പൊ അന്ന് ഞമ്മളൊക്കെ ഇങ്ങോട്ട് രാമൻകുട്ടി രായൻകുട്ടി ആയപ്പോ തലയിൽ തൊപ്പിട്ട് സുന്നത്തും കഴിച്ചിട്ട് പോന്നപ്പോ വിശ്വാസം പലതും അവിടെ വെച്ച് മറന്നില്ല, അത് തൊക്കിൽ വെച്ച് പോന്നു. അത് ഇവിടെ എന്നിട്ടും കൊണ്ടു നടക്കുന്നത്. ഈ അടിയന്തരൊക്കെ എങ്ങനെ വന്നതാ? പറയാനൊരു മടിയില്ലേ, എന്റെ ബാപ്പ മരിച്ച അടിയന്തരാണ്. ആ നമുക്കുണ്ട് അടിയന്തരം. പക്ഷെ അങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ. പന്ന് ഈ രൂപത്തിൽ പലതും നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ, ചൊവ്വാഴ്ചകൾ ബസ് കയറിയൊക്കെയാണ് സീറ്റ് കിട്ടും ഉറപ്പാണ്. ഞാൻ കല്ലടിക്കോട് പാർട്ടിയിൽ നിന്ന് മുജാഹിദ് സെന്ററിലേക്ക് പോകുമ്പോൾ സീറ്റ് കിട്ടുന്ന ഉറപ്പുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച. മാപ്പിളാരും കച്ചവടത്തിന് പോവില്ല, ഹിന്ദുക്കൾ അത്രയും പോവില്ല, ഒക്കെ ചൊവ്വാദോഷം. എപ്പോഴും ചൊവ്വാഴ്ച കല്യാണം വെക്കുമല്ലോ. അത് നമുക്ക് ചൊവ്വാഴ്ച വേണ്ട, ചൊവ്വാഴ്ച എന്നെ വെക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ഇസ്ലാമിലുണ്ടോ ചൊവ്വാദോഷം?
ശനിദോഷം ചൊവ്വാദോഷമൊക്കെ ഇസ്ലാമിലുണ്ടോ? പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ പല ആളുകൾക്കും അങ്ങനെയൊരു വിചാരം മനസ്സിലുണ്ട്. വാസ്തവത്തിൽ അതെല്ലാം നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, സമയം കുറെ അധികം, ഞാൻ വേഗം അവസാനിപ്പിക്കാം. ഇനി ഞാൻ ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് റിയാഇനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്. റിയാ, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാം, അത് ചെറിയ ശിർക്കായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലല്ലാത്തവർക്ക് നേർച്ചയാക്കുക, അല്ലല്ലാത്തവർ ഭരമേൽപ്പിക്കുക, അതിനെ കുറിച്ചൊക്കെയാണ് പൊതുവരെ പറഞ്ഞത്. അതെല്ലാം ശിർക്കുൻ അക്ബറാണ്, വലിയ ശിർക്കാണ്. എന്നാൽ ചെറിയ ശിർക്കിനെ കുറിച്ച് നമ്മൾ പല ആളുകളും ബോധവാന്മാരല്ല. അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന അത്തരം ചെറിയ ശിർക്കുകളെ കുറിച്ച് റസൂൽ പറഞ്ഞെന്താ അറിയോ? യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദ ശിർക്ക്, ജനങ്ങളെ നിങ്ങൾ ഈ ശിർക്കിനെ സൂക്ഷിക്കണം. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി, അത് ഉറുമ്പ് എഴഞ്ഞു വരുന്നതിനേക്കാൾ രഹസ്യമാണ്, ഗോപ്യമാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് തിരിയൂല. ഫഖാല മൻ ശാ അല്ലാഹു അൻ യഖൂൽ കൈഫ നത്തഖീ, ഇങ്ങനെ ഉറുമ്പരിക്കുന്നത് പോലെ വരുന്ന ശിർക്കിനെ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കാനാണ് റസൂലേ എന്ന് ഒരാൾ ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമുഹു എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നഊദു ബിക, ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു, മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്നിൽ വല്ലതും പങ്കു ചേർക്കുന്നതിൽ നിന്നും, വനസ്തഗ്ഫിറുക, ഞങ്ങൾ നിന്നോട് പൊറുക്കല്ല ചോദിക്കുന്നു, ലിമാ ലാ നഅലമുഹു, ഞങ്ങൾ അറിയാത്തവയിൽ നിന്നും. അപ്പൊ അറിഞ്ഞും അറിയാതെയും ശിർക്ക് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ജാഗ്രത വേണം. സഹാബികളെ നബി പഠിപ്പിക്കണത് ശിർക്കിന്റെ ചെറുതും വലുതുമായ സൂക്ഷ്മവും സ്ഥൂലവുമായ മുഴുവൻ ഇനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ദുആ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. ഇത് അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷിക്കണം. അതിൽപ്പെട്ട ഒരു കാര്യം, ചെറിയ ശിർക്കിൽ പണ്ഡിതന്മാര് എണ്ണിയിട്ടുള്ള ഒന്നാണ് അല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്യല്. മൻ ഹലഫ ബിഗൈരില്ലാ, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫറ, അയാൾ കാഫിറായി, ഔ അശ്റക, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതായി ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്തതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദറക ഉമർ ഇബ്നുൽ ഖത്താബ് വ യസീറു ഫി റക്ബിൻ യഹ്ലിഫു ബി അബി, ഒരു യാത്രാ സംഘത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ സ്വന്തം പിതാവിനെ പിടിച്ച് സത്യം ചെയ്യാണ് ഉമർ ഖത്താബ്. എന്റെ വാപ്പയാണ് നേര്. നമ്മളെ ആളുകൾ പറയും എന്റെ ഉമ്മാന്റെ കുഞ്ഞിക്കാലാ നേര് എന്നൊക്കെ. കുട്ടികൾ അങ്ങനെയാണ്, സത്യം ചെയ്യും എന്റെ ഉമ്മാന്റെ കുഞ്ഞിക്കാലാ നേര്. ഉമ്മാന്റെ കാല് വലുതാണെങ്കിലും അത്ര ഇഷ്ടപ്പെട്ട കാലായതുകൊണ്ട് കുഞ്ഞിക്കാലാണെന്ന് പറയും, ഉമ്മാന്റെ കാലാണ് നേര് പറയലില്ലേ. മമ്പറത്തെ തങ്ങളാണ് നേര്, അള്ളാന്റെ മുത്തുനബിയാണ് നേര് പെണ്ണുങ്ങൾ പറയും. മുത്തുനബിയെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ? അള്ളാന്റെ റസൂലാണ് സത്യം എന്ന് പറയും. പാടുണ്ടോ? അള്ളാണ് സത്യം എന്ന് പറയാ. അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അതും സത്യം ചെയ്യേണ്ട നിർബന്ധിതാവസ്ഥയിൽ മാത്രം. തൊട്ടീനും പിടിച്ചതിനൊക്കെ അറബികൾ സംസാരിക്കുമ്പോൾ വല്ലാഹ് വല്ലാഹ് അള്ളാണ് നേര്, തല്ലാഹ്, അത് അവരെ ശീലാണ്. വാസ്തവത്തിൽ അങ്ങനെ അറിയാതെ പറയുന്നതിന് കുറ്റമില്ല. കരുതിക്കൂട്ടി അങ്ങനെ അള്ളാഹിനെ കുറിച്ച് എപ്പോഴും സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അത് ശിർക്കോ കുഫറാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു യാത്രാ സംഘത്തിൽ വെച്ച് വാപ്പാനെ പിടിച്ച് സത്യം ചെയ്ത് റസൂല് കേട്ടു. അപ്പൊ റസൂല് പറഞ്ഞു, അലാ ഇന്നല്ലാഹ യൻഹാകും അൻ തഹലിഫു ബിആബായികും, നിങ്ങൾ നിങ്ങളെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നത് അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് ഔ ലിയസ്മുത്, അതുകൊണ്ട് ആരെങ്കിലും സത്യം ചെയ്യാണെങ്കിൽ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ അയാൾ മിണ്ടാതിരിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഹലഫ്തു ബിഹാ മുൻദു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അൻഹാ, റസൂൽ അതിനെക്കുറിച്ച് വിരോധിച്ചത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. വല തകല്ലംതു ബിഹാ, ഒരു വാക്കേ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്ലാം വരുന്ന കാലത്ത് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സത്യം ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അപ്പൊ റസൂൽ പഠിപ്പിച്ചു, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ സത്യം ചെയ്യുകയാണെങ്കിൽ തന്നെ അള്ളാഹിനെ കൊണ്ട് മാത്രം. അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദിന്റെ ഭാഗമാണ്. ഇത് ഒരാൾ അല്ലാത്തവർക്ക് സത്യം ചെയ്താൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ശിർക്കല്ലെങ്കിലും ചെറിയ ശിർക്കാണത്. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ മുഹിയുദ്ദീൻ ശൈഖിനെ സത്യത്തിന് ഉപയോഗിക്കും. മമ്പർത്ത തങ്ങളാണ് നേര്. ഖുറാഫിക്ക് വിശ്വാസം വരണമെങ്കിൽ അല്ലേ നേര് എന്ന് പറഞ്ഞാൽ ഒന്നൊരു വിലയില്ല. മമ്പർത്ത തങ്ങളാണ് നേരെന്ന് പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും.
അപ്പൊ അവന് സന്തോഷമാണ്. അപ്പൊ സംഗതി സത്യം തന്നെയാണ്. അള്ളയാണ് നേരിടുന്ന ഒരു വിലയില്ല. ഖുറാഫിക്ക് അങ്ങനെയാണല്ലോ. ചില ജാറത്തുങ്ങൾ പോയി സത്യം ചെയ്യാണ്, പ്രത്യേക ജാറ. ഇപ്പൊ നമ്മളിവിടെ കമ്മുസൂഫിന്റെ അല്ലേ തെയ്യോട്ട് ജാറ സത്യം ചെയ്യുന്ന സ്പെഷ്യൽ ജാറ. പൊന്നാനിയുണ്ട് കിളിക്കട്ട ജാറം. കിളിക്കട്ട ജാറത്തൊക്കെ സത്യം ചെയ്യാൻ ധൈര്യം ഉണ്ടോന്ന്. അപ്പൊ ഖുറാഫിന്റെ മുട്ടുകാൽ ഇങ്ങനെ പറക്കും. കാരണം എന്താ? പിന്നെ കക്കൂസ് പോകുമ്പോ ചോരയാ വരിക എന്നാ. കാരണം കള്ളസത്യാണ് ചെയ്തതെങ്കിൽ അവിടെ കിടക്കുന്ന ശൈഖവറുകൾ കറാമത്ത് കാട്ടിയിട്ട് ഇവരെ ഉപദ്രവിക്കുമെന്ന് പേടി. അള്ളാന്റെ പള്ളിയിൽ എന്താ 2 കാൽച്ചായ കൊടുത്തേ കള്ളസത്യം ചെയ്തോളൂ, ഒരു പേടിയില്ല. അള്ളാനെക്കാളും പേടി അള്ളാന്റെ ഔലിയാക്കന്മാരെയാണ് ഇപ്പൊ ഖുറാഫിക്ക്. കണ്ടോ, സ്നേഹം അങ്ങനെ തന്നെ. അള്ളാനെക്കാളേറെ സ്നേഹമാണ് ഔലിയാക്കന്മാരെ. അപ്പൊ സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർക്കുക ചെയ്തിട്ടുള്ളത്. മൻ ഹലഫ ഫഖാല ഫീ ഹൽഫിഹി ബില്ലാത്ത വൽ ഉസ്സ ഫൽയഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലും സത്യം ചെയ്യുകയും ലാത്തയാണ് സത്യം ഉസ്സയാണ് സത്യം എന്ന് പറയുകയും ചെയ്താൽ അവൻ അതിന് പരിഹാരമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയട്ടെ. അപ്പൊ ജാഹിലിയ്യത്തിൽ നിന്ന് വന്ന ആളുകളാണല്ലോ. ലാത്തനി ഉസ്സനി വിളിച്ചു തേടിയുന്ന ആളുകൾ. അപ്പൊ അറിയാതെ പഴയ ശീലം അനുസരിച്ച് അങ്ങനെ പറഞ്ഞു പോയാൽ ഉടൻ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അതുപോലെ ചൂത് കളിച്ച ആളല്ലേ, വാടോ നമുക്കൊന്ന് കത്ത് കളിക്കാം, ഇന്ന് ചൂതാട്ടം നടത്താന്ന് പറഞ്ഞു പോയാൽ പഴയ ശീലം അനുസരിച്ച് പറഞ്ഞാൽ അവനതിന് പരിഹാരമായി സദഖ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. കാരണം ഒരു സഹാബി മുശ്രിക്കായ കാലത്തുള്ള പഴയ ശീലം അനുസരിച്ച് ബില്ലാത്ത വൽ ഉസ്സ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പൊ നബി പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവൻ ഏകനത്രേ എന്ന് നീ 3 പ്രാവശ്യം പറയണം. സുമ്മത്ഫുൽ അൻ യസാരിക സലാസ, അല്പം തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട് നിന്റെ ഇടത് ഭാഗത്തേക്ക് നീ 3 തുപ്പ് തുപ്പണം എന്നിങ്ങനെ പിശാചിനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി. വതഅവദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുകയും വേണം. വലാ തഉദ്, നീ ഇനി ഇത് ആവർത്തിക്കുകയും ചെയ്യരുത്. അപ്പൊ അറിയാതെ ഒരു അള്ളല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന വാക്ക് വന്നു പോയപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ 3 പണിയാ പറഞ്ഞു കൊടുത്തത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ എന്ന് 3 വട്ടം പറയാം. ഇടത് ഭാഗത്തേക്ക് 3 തവണ പ്രതീകാത്മകമായി തുപ്പുക, കാര്യം കുറച്ച് പോലെ ഇങ്ങനെ തുപ്പുക. പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാം. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രല്ല അള്ളാനെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ സത്യമായതേ സത്യം ചെയ്യാവൂ. വലാ തഹ്ലിഫു ബില്ലാഹി ഇല്ലാ വഅൻതും സാദിഖൂൻ. പക്ഷേ ഇനി അള്ളാനെ കൊണ്ട് നിങ്ങൾ കള്ളസത്യം ചെയ്യുകയാണെങ്കിലും അതാണ് അള്ളാഹ് അല്ലാത്തവരെ കൊണ്ട് യഥാർത്ഥ സത്യം ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്നും റസൂൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയണത് സത്യമാണ്, പക്ഷെ സത്യം ചെയ്യണം ആരെ പിടിച്ചിട്ടാ? മൊയ്തീൻ ശൈഖിനെയും അവർത്തങ്ങളെ പിടിച്ചിട്ടാണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ കുറ്റം, അള്ളാനെ കൊണ്ട് കള്ളസത്യം ചെയ്യുന്നതിനേക്കാളും. അള്ളാനെ കൊണ്ട് കള്ളസത്യം ചെയ്താൽ എന്താണ്? അത് വലിയ കുറ്റാണ്. പക്ഷെ അതിനേക്കാളും വലിയ കുറ്റമാണിത് അള്ളാഹ് അല്ലാത്തവരെ കൊണ്ട് യഥാർത്ഥ സത്യം ചെയ്യലും. അത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ നഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ നഹ്ലിഫ ബിഗൈരിഹി സാദിഖാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിനെ കൊണ്ട് കളവായി ഞാൻ സത്യം ചെയ്യുന്നതാണ് എനിക്ക് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യമായ നിലക്ക് സത്യം ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരാൾ അള്ളാഹിനെ പിടിച്ചൊരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം. ഓന അള്ളാഹിനെ പിടിച്ച് സത്യം ഞാനൊന്നും സ്വീകരിക്കൂല എന്ന് പറയരുത്. മൻ ഹുലിഫ ലഹു ബില്ലാഹി ഫൽയസ്ദുഖ് വമൻ ഹുലിഫ ലഹു ബില്ലാഹി ഫൽയർളഹ് വമൻ ലം യർളഹ് ഫലൈസ മിനല്ലാഹ്. അങ്ങനെ ആരെങ്കിലും അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. നബി പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റഅ ഈസ ഇബ്നു മറിയം റജുലൻ യസ്രിഖ് ഫഖാല ലഹു അസറഖത. ഈസ ഇബ്നു മറിയം, ഈസാ നബി ഒരാൾ കളവ് നടത്തുന്നത് കണ്ടു. അപ്പൊ ചോദിച്ചു, നീ കട്ടുവോ എന്ന് ചോദിച്ചു. കലക്കല്ല വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹുവാണ് സത്യം, അവനല്ലാതെ യാതൊരു ആരാധനക്കർഹനുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഫഖാല ഈസ ആമന്തു ബില്ലാഹ് വകദ്ദബത് ഐനി, എന്റെ കണ്ണ് കളവ് പറഞ്ഞേക്കും, ഞാനത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. കണ്ടോ, നേർക്ക് നേരെ കണ്ടതായി നിഷേധിക്കണത്. പിന്നെന്താ പറയാ മനുഷ്യനോട്? ഇങ്ങനെ ഈസാ നബി പറഞ്ഞതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, അള്ളാഹു സൂര്യനെ പിടിച്ചും ചന്ദ്രനെ പിടിച്ചൊക്കെ സത്യം ചെയ്തിട്ടുണ്ട്. വശംസി വദുഹാഹ, സൂര്യനാണ് സത്യം.
ളുഹയാണ് സത്യം, വല്ലൈലി ഇദാ യഗ്ശാ, രാത്രിയാണ് സത്യം. ഇതൊക്കെ അള്ളാഹ്ക്ക് ചെയ്യാൻ, നമുക്ക് ചെയ്യാൻ പാടില്ല, നമ്മക്കൊരിക്കലും പാടില്ല. ഇപ്പൊ ബുർദിയിൽ കാണാം, അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. അഖ്സംതു ബിൽ ഖമരിൽ